മച്ചം പീസ്, ചില പൊരുത്തക്കേടുകൾ ഒരേ സമയം തമാശയും അത്ഭുതവുമാണ്. അതായത് ഒരു കാലത്ത് തുകൽവാദ്യം എന്ന നിലയിൽ ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടുകളുടെ അകത്തുപോലും പ്രവേശനമില്ലാത്ത ചെണ്ടയും മറ്റ് അസുരവാദ്യങ്ങളും നിൽക്കുമ്പോൾ ശ്രീകോവിലിനകത്ത് ദേവനെ ഊട്ടാനും ഉറക്കാനും ഉണർത്താനും ഒക്കെ ഉപയോഗിച്ചിരുന്ന ഒരു വാദ്യോപകരണമുണ്ട്. അതായത് ഇടയ്ക്ക. ഇടയ്ക്കയുടെ സംഗീതം പൊഴിക്കുന്ന ഭാഗം അല്ലെങ്കിൽ അതിൻ്റെ തുകൽ ഉണ്ടാക്കുന്നത് പശുവിൻ്റെ ആമാശയത്തിലെ ഒതളി എന്ന് പറയുന്ന ഒരു തരം സ്കിന്നുകൊണ്ടാണ്. അപ്പോൾ ഈ ഇടയ്ക്കയിൽ ഉപയോഗിക്കുന്ന ഒതളി, അതായത് ആമാശയ ഭിത്തി, ശ്രീകോവിലിനകത്ത് പ്രവേശിക്കുന്നത് തന്നെ പോട്ടെ, അക്കാലത്ത് അല്ലെങ്കിൽ ഇക്കാലത്തും പശുവിനെ കൊന്നിട്ടാണോ ഈ ഒതളി എടുക്കുന്നത്, അല്ലെങ്കിൽ ചത്ത പശുവിൻ്റെ ആമാശയ ഭിത്തിയിൽ നിന്നാണോ ഒതളി എടുക്കുന്നത്, അതോ പശു പണ്ട് വലിയ സന്യാസി വര്യന്മാരൊക്കെ ഈ ആന്തരാവയവങ്ങളൊക്കെ പുറത്തിട്ട് കഴുകി വീണ്ടും അകത്ത് ഇട്ട് ഉപയോഗിക്കുന്നത് പോലെ പശു തൻ്റെ ആമാശയം പുറത്തേക്ക് ഒതളിയിടാൻ വേണ്ടി ഇട്ടുകൊടുത്തിട്ട് ആ ഒതളി എടുത്തിട്ട് ആമാശയം വീണ്ടും തിരിച്ച് പശുവിൻ്റെ വയറ്റിലേക്ക് ഇടുകയാണോ എന്നൊന്നറിഞ്ഞാൽ കൊള്ളാമായിരുന്നു.